യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, എന്റെ ഭാര്യയാകുന്ന ആയിഷക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആയിഷ മതിയോ മോളെ ആയിഷ, ഞാൻ ദുആ ചെയ്തത് നീ കേട്ടിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറയുന്നു, നബിയേ എനിക്കിനി മരിച്ചാലും വേണ്ടൂല്ല നബിയേ, കാരണം എന്റെ ഭർത്താവാകുന്ന നിങ്ങള് എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. ഭർത്താവിന്റെ പൊരുത്തത്തോട് കൂടിയാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മ നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട സ്വർഗത്തിൽ കടക്കാൻ. ഒരു ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ ഭാര്യമാരെ നിങ്ങൾക്ക് സ്വർഗമാ. അതുകൊണ്ട് ഭർത്താവിനോട് നമുക്ക് എപ്പോഴും കടമയുണ്ട്, കടപ്പാടുണ്ട്. ഭാര്യമാരോടും കടമകളും കടപ്പാടുമുണ്ട്. ഉമ്മയുടെ വാക്ക് കേട്ടിട്ട്, പെങ്ങന്മാരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ തല്ലാൻ നിൽക്കരുതേ, ഭാര്യയെ വഴക്ക് പറയാൻ നിൽക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഉമ്മാനെ നമ്മൾ തള്ളി പറയാൻ നിൽക്കരുതേ, ഉമ്മാനെ തള്ളി പറയരുതേ. കാരണം എന്തെന്നറിയോ? ഉമ്മയാണല്ലോ നമുക്ക് സ്വർഗം, ഉമ്മയാണല്ലോ സ്വർഗം. ഉമ്മാടെ തൃപ്തിയില്ലാതെ എന്ത് സ്വർഗമാണ് ചെറുപ്പക്കാരാ നമുക്ക് കിട്ടുന്നത്?